കഥയില്ലാത്ത മനുഷ്യരുണ്ടോ? ഏത് കഥയില്ലാത്തവനും കാണില്ലേ ഒരു കഥ. അത്തരത്തിൽ കഥയില്ലാത്ത ഒരുത്തന്റെ കഥയാണിത്. ദാ ആ വരുന്നവൻ തന്നെ. എങ്ങടാ? ശ്രീകൃഷ്ണ കോളേജിലേക്ക്. കോളേജ് പഠിക്കാണല്ലേ? കണ്ടാ തോന്നില്ലേ? കണ്ടാ തോന്നും. ഓണടിക്കുന്നതിൽ കുഴപ്പമുണ്ടാ? നിന്റെ വണ്ടി നീ ഓടിക്കാൻ ഞങ്ങൾക്ക് എന്ത് കുഴപ്പം? അല്ല, ചിലക്ക് ഇഷ്ടാവില്ലേ, അതുകൊണ്ടാ. അയ്യേ, ഈ ഫേസ്ബുക്കിലെ പ്രൊഫൈൽ ഫോട്ടോ പൂച്ചക്കുട്ടിയാണ്. അല്ല അല്ല, നിഷ്കളങ്കമായ പെരുമാറ്റം കണ്ട് ചോദിച്ചതാ. എന്താ പേര്? സുരൻ. അയ്യേ, ഇതെന്ത് ചാണകത്തിന് പേരാ? എന്നാ പിന്നെ ഷാറൂഖ് ഖാൻ എന്നാക്കാം. നിന്റെ പേരെന്താ? കീർത്തി. അവളിന്റെ? എന്റെ പേര് പൂർണിമ. എന്താ ഇഷ്ടായോ? പൂർണിമ. ആദ്യത്തെ രണ്ടക്ഷരം ഭയങ്കര ഇഷ്ടായിട്ടാ. നിർത്തിയേ, നീ നിർത്തി വണ്ടി നിർത്ത്. ഞങ്ങൾ ആളെ വിളിച്ചു കൂട്ടണം. വേണ്ട, നീ വല്ലാണ്ട് കളിക്കണ്ട കേട്ടാ. എടാ, നിനക്ക് ആ താടി മുടിയൊക്കെ ഒന്ന് പഠിച്ചൂടെ? എടാ, പിന്നെ സങ്കടം വന്ന ഞാനും ശ്രീ ഒന്ന് ബാർബർ ഷോപ്പ് അറിയില്ലേ? ഏത് ശ്രീ? നമ്മടെ ശ്രീശാന്തേ. എടാ, നിനക്ക് ഈ വായിക്കൊള്ളുന്ന വർത്താനൊക്കെ പറഞ്ഞാ പോലെ. ഇപ്പൊ എങ്ങനെ ഓട്ടോ കണ്ടോ? ആ എടാ, നീ കത്തിയൊക്കെ റെഡി ആയിക്കോട്ടോ. ഇന്ന് ചാവക്കാട്ടുന്ന ഒരു ഇത്ത കേറിട്ടാ. മടക്ക ട്രിപ്പായിരുന്നു ചാലിശ്ശേരിയിലേക്ക്. പുറത്താണെ നല്ല മഴ. ഇത്താക്കാണ് നമ്മുടെ വല്ലാത്തൊരിത്. ഒന്നോ രണ്ടോ പറഞ്ഞ ഞങ്ങളങ്ങോട്ട് കമ്പനിയായി. ഇത് ചരക്കാണോ? ചരക്കാണോന്നാ? നല്ല ഒന്നാന്തര കാശ്മീരി ആപ്പിളില്ലേ, കാശ്മീരി ആപ്പിള് മാതിരി സ്ലിറ്റ് ചെയ്ത കടും ചോപ്പ് ചുരിദാറ്. എന്റെ പൊന്നെ, കണ്ണാടിയിലൂടെ നോക്കിയപ്പോണ്ടല്ല ഇത്താടെ തൊടത ഈ വണ്ണം. എടാ, നമ്മുടെ ട്രിവാൻഡ്രം ലോഡ്ജ് പടത്തിലെ ഹണി റോസിന്റെ അത്ര വരും. ഹണി റോസ് ഒന്നും ഒന്നല്ലടാ മോനെ. എന്നിട്ട് ഞാനൊന്ന് മൂത്രം വയ്ക്കട്ടെ. ഇവന്റെ ജീവിതം കണ്ടല്ല, ഇങ്ങനെ മൂത്രം വെച്ച് തീരും. ബാക്കി പറ. വണ്ടി ചാലിശ്ശേരി ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഗ്രൗണ്ടിന്റെ അവിടെ എത്തിയപ്പോ ഇത്തന്നോട് പറഞ്ഞു, നീ ആ വണ്ടി ആ ഗ്രൗണ്ടിന്റെ നടുവിലേക്ക് വിട്ടേ. ഇതൊക്കെ ഓട്ടോ ഓടിക്കാനാ? നീ ഒന്നും മിണ്ടാതിരി, ബാക്കി പറ. ഗ്രൗണ്ടിന്റെ ഒത്ത നടുവിലെത്തിയത് ഇത്തന്നോട് പറഞ്ഞു, നീ ആ ടാർപോളിയും കർട്ടൻ താഴ്ത്തി പിന്നിലോട്ട് വായോന്ന്. എന്നിട്ടോ? ബാക്കി നിനക്കൊന്നും അറിയാൻ പാടില്ലേ? നിങ്ങൾക്കിതൊന്നും പറഞ്ഞിട്ടില്ല. എടാ വിനോദേ, വണ്ടി ബാറിലേക്ക് വിട്ടെ. മനുഷ്യന് രാവിലെ തന്നെ വെറുതെ ടെൻഷൻ കയറ്റി. എന്നാ വാ, അതൊക്കെ ചുമ്മാ പറയുന്നടാ, ഞാൻ വിശ്വസിച്ച. അമ്മേ, റേഷൻ പീടിയിൽ 2 രൂപ അരി വന്നിട്ടുണ്ട്, അമ്മയോടൊന്ന് വാങ്ങാൻ പറയണേ. ആ പിന്നെ അച്ഛൻ്റെ മരുന്ന് ഞാൻ വരുമ്പോ കൊണ്ടുവരാട്ടോ. എടീ, കൊട എടുത്തോ? മറന്നു പോയതാ അമ്മേ. ഹലോ സർ, ഞാൻ ഓഫീസിൽ എത്തിയിട്ടില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് എനിക്കൊരു 20,000 രൂപ കടമായിട്ട്. വിനോദ് അവൻ്റെ കഥ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു അത് അവൻ്റെ മാത്രം കഥയായിരിക്കുമെന്ന്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അവൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഷീബേച്ചിയുടെ കൂടി കഥയാണ്.
സുന്ദരനായോ? ഉം? ഹലോ, ആ ഞാൻ വരാം. 30% ആവുമെന്ന് പറയൂ. ബട്ടൺസ് ഒക്കെ ശരിക്കിട്. ഇല്ല ഇല്ല, നമുക്ക് ഒന്നും അമ്മ കുറയ്ക്കാൻ പറ്റില്ല. പറഞ്ഞിട്ടാണോ? ഉം? നീ ഫോൺ വെച്ചേ. നോക്കട്ടെ. ആ, സുന്ദരായി. കഴിക്ക് ചേട്ടാ. ചേട്ടാ, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആ മോളിലത്തെ മുറിയില്ലേ, ആ വീട്ടുകാർക്ക് ഒരു വൃത്തിയില്ല. അവിടുത്തെ ജനാലവിരികളും സോഫയും ഒക്കെ ആകെ പൊടി പിടിച്ച് മഞ്ഞച്ചിരിക്കുക. അവർക്കൊന്ന് നമ്മളെപ്പോലെ ഒന്ന് വൃത്തിയാക്കി വെച്ചാ. എന്നെ പോലെ ഒരു ഭാര്യ കിട്ടിയത് ചേട്ടന്റെ ഭാഗ്യാണല്ലേ. ഓ, പിന്നെ ചേട്ടാ, ഉച്ചയ്ക്ക് അവിയല് മതിയോ? എന്റെ മോളെ, നീ എന്തുണ്ടാക്കിയാലും എനിക്ക് ഇഷ്ടമാണെന്ന് നിനക്കറിയില്ലേ? ചേട്ടാ, ചേട്ടന് രാവിലെ ബ്രെഡ് കഴിക്കുന്നതിന് പകരം വല്ല പുട്ടോ വെള്ളാപ്പോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചൂടെ? നിനക്കറിയാലോ ഓഫീസിലെ ബിസി. എന്റെ തിരക്കിന് പറ്റിയ ഭക്ഷണം ഇതാ. വെറും തിരക്ക് തിരക്കെന്ന് പറഞ്ഞ് നടന്നോ? ഹലോ, ഞാൻ പറഞ്ഞില്ലേ എന്റെ അടുത്ത് വരാം, ഞാൻ വരാം. ഞാൻ വന്നിട്ട് ഫിക്സ് ചെയ്താ മതി. മോനെ, അച്ഛൻ പോയിട്ട് വരാട്ടാ. ബജാജിലും മഹേന്ദ്രയിലും പോയി. അവർക്ക് തരാൻ പറ്റില്ല അത്രേ. അതെന്താ? പ്രൊഫൈല് പോരാന്ന്. ഇനിയിപ്പം എന്തുട്ടാ ചെയ്യാ? ലോക്കൽ ഫിനാൻസ് ഇട്ടാലോ? എന്റെ വണ്ടി എടുത്താ രൂപേഷിന്റെ. പലിശ ഡബിളാ, എന്നാലും സംഗതി നടക്കും. എന്താ ചെയ്യാ, അവിടെ പോയി നോക്കാം. എന്തായാലും കുറച്ചാലോ അല്ലേ. ആ പ്രതീക്ഷ വേണ്ടട്ടാ. എന്തായാലും പോയി നോക്കാം. അനിത, ജസ്റ്റ് എൻ്റെ ഓഫീസിലേക്കൊന്ന് വരൂ. എന്താ സർ? ഉം. ഉം. എടി, നിനക്കറിയാലോ എനിക്ക് ഈ താടിയുള്ളവന്മാരെ കണ്ണെടുത്താ കണ്ടുകൂടാ. എന്നിട്ട് അമ്പലത്തിൽ നിന്ന് താലി കെട്ടാന്ന് അവൻ സമ്മതിച്ചു. ഡാ, നീ പിന്നെ വിളിക്ക്. അതിനെനിക്ക് മൊബൈൽ ഇല്ലല്ലോടാ. നീ എന്തിനാണ് അവളുടെ ഉണ്ട കറക്കുന്നേ? ചുമ്മാ ഒരു രസം. ഞാൻ എന്തിനാ മറ്റു ഓഫീസുകളെക്കാൾ കൂടുതൽ എൻ്റെ ഈ ഓഫീസിൽ വരുന്നതെന്ന് അറിയാമോ? എന്തിനാ? അറിയാം. ഞാൻ വരാന്ന് പറഞ്ഞില്ലേ, നീ ഫോൺ വെച്ചേ. കീർത്തി, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഞാൻ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ വിളിക്കരുതെന്ന്. സർ, കസ്റ്റമറുടെ വെയിറ്റ് ചെയ്യുന്നോണ്ടാ. സാറ് വന്നാ എന്തെങ്കിലും ഒരു ഡിസിഷൻ. ഡിസിഷൻ മണ്ണൻ കട്ട. അതല്ല ഫയലിലില്ലേ? സർ, ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ട് വേണമെന്ന് പറയണോ? ഡോണ്ട് ടോക്ക്. ആ സാറിനൊന്ന് വിളിക്കോ? വീണ്ടും എന്നെ ചീത്ത കേൾപ്പിക്കണോ? നിങ്ങളൊന്ന് വിളിക്കൂ. സർ, കസ്റ്റമർ ഒന്ന് അകത്തേക്ക് വിട്ടോട്ടെ. ഓക്കെ സർ. ചെന്ന് കണ്ടോ?
നിർത്ത് 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 നിർത്ത്. ഇവിടെ വാ, ഇറങ്ങ്, വാ വാ. നിന്നെ എൻ്റെ കൈ കെട്ടില്ല എന്ന് വിചാരിച്ചോ? ഇവിടെ വാ. അല്ല ശശിയേട്ടാ, നിങ്ങൾ ഈ തൂവാനത്തുമ്പികളെ തങ്ങളെ തൊട്ട് ഈ സെയിം ബാഗാണോ കൊണ്ട് നടക്കുന്നത്? നിങ്ങൾക്കിതൊക്കെ വല്ല ലാപ്ടോപ്പിലും സേവ് ചെയ്യാൻ പാടില്ലേ? എൻ്റെ ഒരു ലാപ്ടോപ്പ്. നീ ഇന്നലെ എവിടെയായിരുന്നു? ഇന്നലെ ഞാനൊരു സിനിമയ്ക്ക് പോയി. ഏത് സിനിമ? തട്ടത്തിമറയത്ത്. നീയൊന്നും ഒരിക്കലും നിന്നെ കൊണ്ട് സാധിക്കൂല, നിന്നെ കൊണ്ട് പറ്റില്ല കുട്ടി. അതുകൊണ്ടല്ല ശശിയേട്ടാ, ഒന്നാമത് 3000 ഉറുപ്പ്യ എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. 3000 ഉറുപ്പ്യൻ ചുരിദാറാണ് കോളയുട്ടിയാക്കുന്നുള്ളത്. നീ ആ ഷട്ടർ സിനിമയെ കണ്ടിട്ടില്ലേ? അത് സിനിമ അല്ല ശശിയേട്ടാ, ജീവിതത്തിലാകുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ കാണില്ലേ? പരമാവധി ഡിസ്കൗണ്ടാണ് ഈ 3000 ഉറുപ്പ്യ. ഇയ്യേ പെരിന്തൽമണ്ണയിലെ മണലായ ഷംസൂനെ കേട്ടിട്ടുണ്ടോ? അൽഷിഫ ഇന്നിയാക്ക, കോഴി മുസ്തഫ, ഇവരൊക്കെ കോടിക്കണക്കിന് ഉറുപ്പ്യൻ്റെ ഭൂമി കച്ചവടത്തിന് ടോക്കൺ കൊടുത്തിരുന്നത് ഈ ശശിയുടെ ഒറ്റ വാക്കിൻ്റെ പുറത്താണ്. ഇന്നിപ്പോൾ റിയൽ എസ്റ്റേറ്റ് കുറച്ച് ഡൗൺ ആയി. അതുകൊണ്ടാണ് ഞാൻ ഈ ഗുരുവായൂർ വന്നിട്ട് ഈ പണിയെടുത്തുകൊണ്ട് നടക്കുന്നത്. അറിയാം നിനക്ക്? ശശിയേട്ടാ, നിങ്ങളൊരു 2000 ഉറുപ്പ്യൻ്റെ കേസ് വരും. 2000 ഉറുപ്പ്യക്കൊന്നും കോളേജ് കുട്ടികളെ കിട്ടൂല. വേണേ ലോക്കലുണ്ട്, അത് വേണോ? ലോക്കൽ എനിക്ക് വേണ്ട. ഞാൻ നോക്കട്ടെ, കിട്ടിയാൽ ഞാൻ പറയാം. പിന്നെ അഡ്വാൻസ് വേണ്ട കേട്ടോ. അഡ്വാൻസ് ഒക്കെ നമുക്ക് ശരിയാക്കാം. ആ, പക്ഷെ കോളേജ് കുട്ടി ആയാൽ മതി. നോക്കാം. അപ്പം പറഞ്ഞ പോലെട്ടാ. പിന്നെ ഇനി വണ്ടി കയറ്റെടുത്തിട്ടോ. ഇല്ല ഇല്ല, ഇനി പ്രശ്നം ഉണ്ടാവില്ല. ആ, എന്നാ പോയിക്കോ. ആയിരിക്കൂ. പിന്നെ മാസാമാസം EMI 3-ാം തീയതി തന്നെ അടക്കണം. ചെയ്യാം. അറിയാലോ, EMI തെറ്റിയ വണ്ടി ഞങ്ങൾ CC ചെയ്യും. അതിന് പ്രത്യേകിച്ച് മുന്നറിയിപ്പൊന്നും ഉണ്ടാവില്ല. ആദ്യമേ പറഞ്ഞില്ലെന്ന് വേണ്ട. സാർ, അത് മാസം 4500 രൂപ എന്നുള്ളത് 3000 രൂപയാക്കിക്കൂടെ? ആദ്യമേ ഞാനത് പറഞ്ഞതാണല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടി എടുത്താൽ മതി. 2500 രൂപ പലിശ, 2000 രൂപ മുതൽ, മൊത്തം 48 മാസത്തെ അടവ്. അറിയാലോ? സാർ, അതെങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം. വെറുതെ എൻ്റെ സമയം കളയണ്ടടോ. ദാ EMI കാർഡും കീയും. അപ്പം എല്ലാ മാസവും 3-ാം തീയതി മറക്കണ്ട. ഇല്ല, മറക്കില്ല. എന്നാ ഞാൻ ഇനിയിപ്പോ 3-ാം തീയതി ഞായറാഴ്ചയാണെന്നിരിക്കട്ടെ, അതെന്റെ വീട്ടിൽ കൊടുന്ന് അടച്ചോളണം. കേട്ടല്ലോ? എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. വേണ്ട, എന്താ? പറയാതെ തന്നെ എനിക്കറിയാം. എന്നെ ഇഷ്ടാണെന്നല്ലേ? പറയാ അല്ലേ? അറിയാം. നീ ഉദ്ദേശിക്കണ പോലൊരു കുട്ടിയല്ല ഞാൻ. ദീപേ, അതിനെ ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇല്ലേ? ഇല്ല. ആ, ഒന്ന് തന്നെ തെറ്റായിട്ടൊന്നും ഉദ്ദേശിച്ചില്ല എന്നാ ഞാൻ. ഇതാ നിന്റെ കുഴപ്പം. എന്ത് കുന്തം. സന്തോഷേ, മോൻ എന്റെ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യവും ഇല്ല. ഞാൻ ആത്മാർത്ഥമായിട്ടാ. വെറുതെ ഡയലോഗ് അടിക്കാതെ ശരിക്കും. ഒന്ന് പോടക്ക. സാർ, ഇത് വിനോദാണ്. KL8 3731. നാളെ ഞായറാഴ്ച അല്ലേ EMI അടയ്ക്കുന്നത്? നാളെ ഇവിടെ തുറക്കുമോ? ആ, ഓക്കെ സാർ, താങ്ക് യു. ചേച്ചി, എന്താ? ഞാൻ രൂപേഷേട്ടൻ പറഞ്ഞിട്ട് വന്ന. പേര് വിനോദ്. എന്താ കാര്യം? ഓട്ടോയുടെ EMI അടയ്ക്കാനായിട്ട്. ഞാൻ ചേട്ടനൊന്ന് വിളിക്കട്ടെ? ആ ചേട്ടാ, ഒരാളിവിടെ വന്നിട്ടുണ്ട്. വിനോദ്. 4500 അല്ലേ? വാങ്ങി വയ്ക്കാം. ശരി. 4500 അല്ലേ? എന്നാ ഞാൻ പൊക്കട്ടെ.
ആ ശരി. ശരി. ആ അതെ, ഒന്ന് നിന്നേ. ഞങ്ങളുടെ ഓട്ടോ ഒന്ന് പാർട്ട് ടൈം ആയിട്ട് ഓടിക്കാവോ? എന്തിനാ? കുട്ടിയെ കൊണ്ടുവിടാനായിട്ട്. വരാം. നിന്റെ നമ്പറും തരുമോ? നമ്പർ ഒരു മിസ് കോൾ അടിച്ചോളൂ. അന്നോൺ നമ്പേഴ്സിന് കോളൊന്നും എടുക്കാറില്ല, അതുകൊണ്ടാ. ശരി എന്നാ. ആ ശരി. അങ്ങേരുടെ ഭാര്യ നമ്പർ തന്നതിൽ എന്തോ ഉദ്ദേശം ഉണ്ടല്ലോ. ഈ പാർട്ട് ടൈം വണ്ടി ഓടിക്കാനൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരാളെ വെറുതെ തെറ്റിദ്ധരിക്കണ്ട. എന്നാലും ചിലപ്പോൾ ഈ പീലിസ്വരം പറഞ്ഞ ചാവക്കാട്ട ഇതേപോലെ എന്തായാലും ചേച്ചി കൊള്ളാം, കലക്കി. നോക്ക്, നീ ഇമ്മാതിരി ഡയലോഗ് അടിക്കാനാണെങ്കിൽ എന്നെ വിളിക്കരുത് കേട്ടോ. നീ ഫോൺ വെച്ച് പോയേ. ശിവച്ചി, ഓ നീയോ? പച്ചക്കറി മേടിക്കാൻ ഇറങ്ങിയായിരിക്കും അല്ലേ? നീ എന്തിനാ എന്നെ ചേച്ചിന്ന് വിളിക്കുന്നത്? അതിനുള്ള പ്രായം തോന്നുന്നു എന്നെ കണ്ട. അതുകൊണ്ടല്ല, നിങ്ങളൊക്കെ വലിയ ആളുകളല്ലേ. അങ്ങനെ നീ എന്നെ വലിയ ആളാക്കല്ലേ. ശരി ചേച്ചി, നമുക്ക് പോയാലോ? ഞാൻ കൊണ്ടുവിടാം. വന്നേ, കയറ്. വീട്ടിലേക്കല്ലേ? പോം. എന്താടാ? ഞാനൊന്ന് പറഞ്ഞില്ലേ ആ ആ ഫൈനാൻസറുടെ ആ ആ ചേച്ചി ഉം. ചേച്ചി ഇപ്പം ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അയ്യാടാ പക്ഷേ മോനെ. കൂടുതലടുത്ത് പ്രശ്നമാവുമെന്ന് എനിക്കൊരു പേടി. എന്ത് പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടാവില്ല, നീ ധൈര്യമായിട്ട് വിളിച്ചോ. ഹലോ, ഷീബച്ചി, എന്താ വിനോദേ? കാവുങ്ങന്നല്ലേ നിങ്ങളെ വീട്ടുപേര്? അത് ചോദിക്കാനാണോ നീ ഇപ്പൊ വിളിച്ചേ? അല്ലേ ചേച്ചി, ഞാൻ വെറുതെ ചോദിച്ചതാ. ഞങ്ങളുടെ ഓട്ടോയിലൊക്കെ എഴുതി നീ കണ്ടിട്ടില്ലേ? ഉവ്വ്, എന്നാലും പിന്നെന്താ നിനക്ക് സംശയം? ഇപ്പൊ മനസ്സിലായിട്ട് സന്തോഷേ, കാവുങ്ങല് ഷീബച്ചിന്ന്. ഡാഗടി നിന്റെ ഭാഗ്യം. ബാക്കി ചോദിക്കടാ. ചേച്ചി, എന്താ വിനോദേ? ചേച്ചിക്ക് എന്നോട് ഇഷ്ടണ്ടോ? എന്തപ്പ നീ ഇങ്ങനെ ചോദിക്കണേ? പറ ചേച്ചി, ഉണ്ടോ? ഊവേടാ, അതുകൊണ്ടല്ലേ അങ്ങേര് പോയാ നിന്റെ മിസ് കോൾ ചെയ്ത് ഞാൻ വിളിക്കണേ. നിക്കും ചേച്ചിനെ ഇഷ്ടാ. കള്ളാ ഇടിക്കും ഞാൻ. ശരി എന്നാ. ചേച്ചി, എന്തടാ? ഒരു കാര്യം ചോദിച്ചാ ചേച്ചി സമ്മതിക്കോ? നീ കാര്യം പറ. സമ്മതിക്കോ? ഊവേടാ. ചോദിച്ചാ എന്നോട് ദേഷ്യാവോ? ഇല്ലട ചക്ക. ഞാനിതൊരു ഒരു പെണ്ണ് അടിപ്പാവിടെ നിൽക്കുന്ന കണ്ടിട്ടില്ല. ചേച്ചി എനിക്കൊന്ന് കാണിച്ചു തരണം. എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ പ്ലീസ്. പട്ടി, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഓക്കെ. ശിവജി, എൻ്റെ കയ്യിൽ പൈസ ഇല്ല കേട്ടോ ഈ മാസം തരാനായിട്ട്. അത് ഞാൻ കൊടുത്തോളാം. ചേച്ചിക്ക് ഞാനിതെപ്പോഴാണ് തിരിച്ചു തരണ്ടേ? അത് നിന്റെ കയ്യിൽ എപ്പോഴാ ഉണ്ടാവാ അപ്പ തന്നാ മതി. വിനു, ഇത് കൈവിട്ട കളിയാ. എനിക്ക് ഇത്തരം കളികൾ ഇഷ്ടമാണ്. പെട്ടെന്ന് വല്ല ആക്സിഡന്റോ മറ്റോ വന്നു പെട്ടാൽ നിനക്കങ്ങനെ പറയാം. ഞാനൊരു കുടുംബിനിയാ. നിനക്കെന്റെ മനസ്സ് മനസ്സിലാവില്ല. നിനക്കെന്ന് പറഞ്ഞ ആരുമില്ല. അതുകൊണ്ട് നിനക്ക് എന്തു ആവാം. നമുക്ക് റൂം എടുത്താലോ? എന്തിന്? ഉറങ്ങാൻ. എന്നിട്ട് വേണം റിസോർട്ട് ബോയ് അത് ഒളിക്യാമറയിൽ പകർത്തിയിട്ട് നാട്ടുകാർ മുഴുവൻ കാണാൻ. എനിക്ക് ബീച്ചിലും പാർക്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടാം. എന്നേ എന്താടാ? വീട്ടിലെല്ലാവർക്കും വലിയ നിർബന്ധം കല്യാണം കഴിക്കണമെന്ന്. സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ആയില്ലേ? എന്നാ പിന്നെ കല്യാണം കഴിച്ചൂടെ? എന്നാലും അച്ഛൻ പറഞ്ഞു, അളിയനും പറഞ്ഞു. എന്തു പറഞ്ഞു?
പെണ്ണ് തരാനേ. എന്നാ പിന്നെ പെണ്ണ് തരാലോ. ഇതൊക്കെ ഞാൻ വിചാരിച്ചാൽ നടക്കുമോ? അതിനല്ലടാ ഞങ്ങൾ ഇവൻ വിചാരിച്ച നടക്കാത്ത കാര്യമുണ്ടോ? എന്നിട്ട് എന്താ വിചാരിക്കാത്ത? എന്നാ പിന്നെ ഇപ്പം തന്നെ വിചാരിച്ചേക്കാം. വിചാരിക്കി. ശശിയേട്ടാ, ആ ആ ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ. അതിനല്ല അയ്യേ അതിനല്ല. ഓക്കെ കാര്യട്ടാ അങ്ങനെ പ്രത്യേകിച്ച് ഡിമാൻഡൊന്നുമില്ല. ഇല്ലല്ലോ. ഞായറാഴ്ച ഓക്കെ, ഉണ്ടാവും. ഞായറാഴ്ച കുഴപ്പമൊന്നുമില്ല കേട്ടാ. വരും. ഓക്കെ ശരി. താങ്ക്സ്. സർ പിന്നെ നമ്മുടെ ആ ഞായറാഴ്ചത്തെ പ്രോഗ്രാം തിങ്കളാഴ്ചത്തേക്ക് മാറ്റാൻ പറ്റുമോ? ഞായറാഴ്ച എനിക്ക് പറ്റില്ല കേട്ടോ. അയ്യോ, ഞായറാഴ്ച എന്നെ ചെക്കൻ പെണ്ണ് കാണാൻ വരുന്ന ദിവസാ. എന്നാ പിന്നെ തിങ്കളാഴ്ച ആയാലോ, അല്ലെങ്കിൽ ചൊവ്വ? ആ ചൊവ്വയൊക്കെ. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ വൈഫിനോടൊന്ന് പറഞ്ഞിട്ട് കൺഫേം ചെയ്യട്ടെ. അവളുടെ നോട്ടമുണ്ട്. അവളുടെ ഒരു കൊഞ്ചല്. ആ ചൊവ്വാഴ്ചയാണോ? ആ ചൊവ്വാഴ്ച പ്രോബ്ലം ഒന്നുമില്ല. ആ ഞാൻ വന്നോളാം, കുഴപ്പമൊന്നുമില്ല. ആ ഓക്കെ. ആ ശരി, ഞാൻ വിളിക്കാം. അനിത, എന്നാ പിന്നെ ചൊവ്വ കൺഫേം. ആ ഓക്കെ. பாம்பர்ஸ் குட் மார்னிங் பேபி மூவ்மெண்ட்ல ஜாயின் பண்ணி உங்க கதையை சொல்லுங்க. கால் 096997996. ഹലോ ഡാ, നീ ചൊവ്വാഴ്ച ഇങ്ങോട്ട് വരുമോ? അത് പിന്നെ അതല്ല, ചേട്ടൻ ചൊവ്വാഴ്ച കൊച്ചിയിൽ പോവാ. നീ ഒരു ഉച്ചയാകുമ്പോൾ വന്നാ മതി. ഞാൻ അങ്ങോട്ട് മിസ് കോൾ തരാം. അല്ല, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. എന്റെ ശിവച്ചി തന്നെ വിളിച്ചടാ. പീലിസുറിനല്ല, ഈ വിനോദിനെ, ഓട്ടോ വിനോദിനെ. ഇനി ആരുണ്ടടാ കേൾക്കാൻ? ഗുരുവായൂര കുന്നംകുളത്തെ രാജാവിനി ആരടാ? ഈ വിനോദ്, ഓട്ടോ വിനോദ്. വണ്ടി വർക്ക്ഷോപ്പിലാണ്. നിന്റെ വണ്ടി എന്നും വർക്ക്ഷോപ്പിലാണല്ലോ. അതെ, നിന്റെ ആ സാധനം അത് ഞാൻ റെഡിയാക്കിയിരുന്നു. നല്ല അസലും 5000 രൂപയെ കുറഞ്ഞ് അവൾ സമ്മതിക്കാറില്ല. നിനക്ക് വേണ്ടി പറഞ്ഞ് 2500. 2500 2000 മതി. അതെ, നീ പറയുന്ന പോലെ ഒന്നല്ല, വേണേ മതി. വെറുതെ മനുഷ്യനും വേണം. കോളേജ് കുട്ടിയാണാ? നല്ല നായരൂട്ടി. നായരായാലും നമ്പൂരി ആയാലും കോളേജ് കുട്ടിയാണോ? എന്നാ അറ്റൻസ് എടുക്ക്. അപ്പൊ ചൊവ്വാഴ്ച ഏത്? നമ്മുടെ സേവിച്ചൻ്റെ ലോഡ്ജില്ലേ, അവിടെ വന്നാൽ. അപ്പൊ ശരി. പിന്നെ വണ്ടി കയറ്റിട്ടോ. ഇല്ല. ആള് നമ്മുടെ പയ്യനാ, ഒന്നും അറിയില്ല അവന്. ഞാൻ പഠിപ്പിക്കേണ്ടി വരുമോ? ഏയ് അതൊക്കെ അവനറിയാം. പിന്നെ കാശിന്റെ കാര്യം 2000 ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീയായിട്ട് ഇനി കുറയ്ക്കാനൊന്നും നിൽക്കണ്ട. ഒരു കഥയില്ലാതെ മുമ്പത്തെ പോലെ സ്വന്തം പേരൊന്നും പറഞ്ഞു കൊടുക്കണ്ട. പേരൊന്നും മാത്രമല്ല, ഒരു ഡീറ്റെയിൽസും പറയണ്ട. ഈ ബിസിനസ്സിന് ചില ഒളി മറയൊക്കെ വേണം, അത് മറക്കണ്ട. പിന്നെ നമ്മുടെ സേവിച്ചൻ്റെ ലോഡ്ജില്ലേ ടൗണിലെ, എല്ലാം ഞാൻ സേവിയോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, നിനക്ക് വല്ലതും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാ. അറിയാം നിനക്ക്? എന്നാ പോയിക്കോ, വൈകണ്ട. എക്സ്ക്യൂസ് മീ, ഈ
റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ആക്സിസ് ബാങ്ക് എവിടെയാ? നേരെ പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ മതി. താങ്ക്സ്. ചേട്ടാ, റെയിൽവേ സ്റ്റേഷൻ പോകുമോ? ആദ്യമായിട്ടാ ചായ ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഏയ് കുഴപ്പമൊന്നുമില്ല. അനിത, എന്താ? ഞാൻ വളരെ ഓപ്പൺ ആയതുകൊണ്ട് ചോദിക്കാം. ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയതുകൊണ്ട് അനിതയ്ക്ക് വിവാഹത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. അനിത, ഏതാ ഈ കരിവണ്ട്? ഞങ്ങളെ പൂച്ചനെ പറയണ്ടട്ടാ. ഇന്ന് ഓഫീസിലല്ലേ? ഇല്ല, ഞായറാഴ്ചയല്ലേ. ഞായറാഴ്ച എനിക്ക് ഓട്ടം കുറവാ. വല്ല ലവോ മറ്റുണ്ടെ പറഞ്ഞോളൂ കേട്ടോ. ഏയ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാൻ ജാതക്കുറിപ്പ് മേടിച്ചോട്ടെ? പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നത് സമ്മതാണല്ലോ അല്ലേ? സമ്മതം. ഒരുവിധം പെൺകുട്ടികളെല്ലാം ജോലിക്ക് പോകുന്നുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ശരി. അനിതയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം. മൈ ഫോൺ നമ്പർ ഈസ് 8086581585. കൂടുതലടുത്ത് പ്രശ്നമാവുമെന്ന് എനിക്കൊരു പേടി. എന്ത് പ്രശ്നം? നീ ഇവിടെ ചിന്തിച്ചു കൂട്ടിയുള്ള ചാൻസ് വെറുതെ കളയല്ലേ. ഇവിടെ ബാക്കിയുള്ളമാര് ചാൻസ് കിട്ടാതെ ഇവിടെ തെണ്ടി അടക്ക. അപ്പോഴാണ് അവൻ്റെ ഒരു അതല്ലടാ, അങ്ങനെ അറിഞ്ഞ പിന്നെ അയാളെ കാശിന് വേണ്ടി തെണ്ടി നടക്ക. അപ്പൊ അങ്ങേക്ക് എവിടെയാടാ അതിനൊക്കെ സമയം? എന്നാ പിന്നെ മുന്നോട്ട് പോവാല്ലേ? നീ പോടാ, ഞാനുണ്ടോ നിന്റെ കൂടെ. വാ. പിടിക്കടാ, പിടി. തിരതല്ലും കടലോരം തിരിവീട്ടും വെയിൽ നാടും ഇരുനേരും മഴവില്ല അഴകോലും ജലമൗനം പുളിനങ്ങൾ തഴുകുമ്പോൾ ശ്രുതി മീട്ടും കരിമണ്ണായി നീരലകൾ ഈ വഴിയിൽ നീലിമകൾ തേടുകയായി മാൻമിഴിയെ നീയൻ കൂടെ
ശരറാന്തലായി കളിയാടും എന്നിലായി ശരമെയ്യുവാൻ നടമാടും പ്രിയ സഖി നിൻ ചുണ്ടുകൾ തൻ ചെണ്ടുമല്ലിപ്പൂക്കളിൽ ഞാൻ പ്രിയതരമായി പാറിടാം തേൻകുടങ്ങൾ മൂടി നിൽക്കാം പൊഴിയും തേനലയിൽ പുളകങ്ങൾ മൂടുമ്പോൾ ഇനി നിൻ അധരങ്ങൾ എൻ കാതിൽ നീളുമ്പോൾ കൈവളകൾ വീണുടയെ കാമനകൾ പൂത്തുലയെ പ്രിയനേ നിൻ കൂടെ തിരതള്ളും കടലോരം തിരിനീട്ടും വെയിൽ നാളം നിറമേറും മഴവില്ലായി നാം അഴകോലം ജലമൗനം പുളിനങ്ങൾ തഴുകുമ്പോൾ ശ്രുതിമീട്ടും തരിമണ്ണായി ഹലോ ഹലോ, ആ ചേട്ടാ. മോൻ ഉറങ്ങിയോ? ആ ഉറങ്ങി. ഞാൻ വൈകുന്നേരം എത്താം. ഉം. നീ റെഡിയാവില്ലേ? ഇന്ന് പുറത്തുനിന്നാ ഫുഡ്. ഹലോ. അപ്പൊ ശരിയെന്നാ. ആ ഞാൻ ഓക്കേ. കഴിച്ചു. ചേട്ടനോ? ഞാൻ ചേച്ചിയുടെ വീട്ടിലാ. ഭയങ്കര തലവേദന. ചേട്ടൻ പിന്നെ വിളിക്കുവോ? ശരിട്ടാ. നിങ്ങളെപ്പോലെ ഞാനും വിചാരിച്ചു കഥ ഇവിടെ തീരുമെന്ന്. പക്ഷേ പീലിസൂരന്റെ കഥ ബാക്കി വെച്ച് ഈ കഥ എങ്ങനെ അവസാനിപ്പിക്കാനാണ്? എന്താ പേര്? സരിത. ഷോ ആണോ? വലിയ ആഗ്രഹമായിരുന്നു ഒന്ന് കാണണമെന്ന്. ഇപ്പോഴാ സാധിച്ചേ. എന്നാ പിന്നെ സോളാർ പാനൽ ഞാൻ അഴിക്കണോ അതോ? നിങ്ങൾ ഈ കോളേജ് കുട്ടികൾ ഈ മുല്ലപ്പൂവൊക്കെ ചൂടുവോ? അതെന്താ, കോളേജ് കുട്ടികൾ മുല്ലപ്പൂ ചൂടാറില്ലേ? വേണ്ടെങ്കിൽ കളയാ. വേണ്ട, കിടക്കട്ടെ. ഈ ട്രിവാൻഡ്രം ലോഡ്ജിലെ കളവൻ ചോദിച്ച പോലെ ശങ്കിനെയാണോ? എന്തൊട്ട്? അല്ലാതെ പോട്ടെ, ഞാനൊരു ഉമ്മ വരട്ടെ. ആദ്യമായിട്ടാണല്ലേ? ആദ്യമായിട്ടാ. പക്ഷെ ഞാനൊരുപാട് പുസ്തകങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വായിച്ചിട്ടുണ്ട് കേട്ടോ. നിനക്ക് ബിരിയാണിയാണോ ഫാസ്റ്റ് ഫുഡാണോ ഇഷ്ടം? അതെന്തൂട്ടാ ഈ ബിരിയാണിയും ഫാസ്റ്റ് ഫുഡും? ബിരിയാണി ആണെങ്കിൽ എല്ലാം വളരെ പതുക്കെ പതുക്കെ, ഒരുമാതിരി സാമൂതിരി ഗോകുലത്തെ ഒരു തമ്പ്രാൻ സ്റ്റൈല്. അപ്പൊ ഈ ഫാസ്റ്റ് ഫുഡോ? അത് പിന്നെ പറയാനുണ്ടോ, പരമാവധി വേഗത്തില് എടുപിടീന്ന്. എന്നാ എനിക്ക് ഫാസ്റ്റ് ആയിട്ടൊരു ബിരിയാണി മതി. കുറച്ച് വെള്ളം കിട്ടുമോ?
എന്താ ഇത്? എനിക്കൊരു സുഖമല്ല. പ്ലീസ് എണീറ്റേ, നീ എണീറ്റേ. പന്ത് സ്വന്തം കാലിൽ കിട്ടിയപ്പോൾ പറയുന്ന അത്ര എളുപ്പത്തിൽ ഗോളടിക്കാൻ സുരനെ കൊണ്ട് പറ്റിയില്ല. ദീപ റൂം വിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് സേവിച്ചനാണത്രേ പീലി സുരനെ വിളിച്ചുണർത്തിയത്. ഞാൻ വൈകിയില്ലല്ലോ. ചേച്ചി നമുക്ക് ചാലിശ്ശേരി റൂട്ടിലിട്ടല്ലോ. ആരെങ്കിലും ചോദിച്ചാലോ? എന്തിനാ പേടിക്കുന്നേ? ജസ്റ്റ് ഓട്ടോ കയറിയെന്ന് പറഞ്ഞ പോലെ. എന്നാലും കുഴപ്പമില്ലേ? പോവാം. പോവാം. പോലെ ഷീബേച്ചിയും വിനോദും ഫിനാൻസർ രൂപേഷ് കുമാറും അനിതയുമൊക്കെ അവർ ചെയ്തത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു, പരസ്പരം തിരിച്ചറിയാനാവാതെ. ഞാൻ വൈകിയോ? ഇല്ല, നമുക്ക് പോവാം. ഇതിനിടയിൽ വിനോദ് അയാളുടെ കല്യാണാവശ്യത്തിന് കാശുണ്ടാക്കാൻ രാവും പകലും ഓടുന്നുണ്ടായിരുന്നു. കഥകൾ ഇനിയും ബാക്കിയാണ്. ചേച്ചി സന്തോഷിൻ്റെ, കീർത്തിയുടെ, പിന്നെ സുരൻ്റെ. സുരനാണെങ്കിൽ അന്നത്തോടെ എല്ലാം മതിയായി. അയാൾക്കിപ്പോൾ നിരാശയാണ്. പിമ്പു ശശി സുരനോട് തെറ്റി. അന്ന് തുടങ്ങിയ വലിച്ചു കയറ്റലാണിത്. എല്ലാവരെയും കണ്ടു മടങ്ങുന്ന വഴിക്ക് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഒരു കൂൾ ബാറിന് മുമ്പിൽ വെച്ച് ഞാൻ അവളെയും കണ്ടു, ദീപയെ. അതിജീവനത്തിനു വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടിയിട്ടും ഒരിറ്റ കണ്ണുനീർ പോലും വീഴ്ത്താത്ത എൻ്റെ ദീപയെ, ആവശ്യക്കാരന് വേണ്ടി വേഷം കെട്ടി ആടുമ്പോൾ എത്രയും പെട്ടെന്ന് അച്ഛനെ ചികിത്സിക്കാനുള്ള കാശുണ്ടാക്കണമെന്നായിരുന്നു അവൾക്ക്. ഞാൻ നോക്കി നിൽക്കെ
നഗരത്തിൽ നിറം മങ്ങിയ രാത്രി വെളിച്ചത്തിലെവിടെയോ മങ്ങിയ ഒരു ചിത്രമായി അവൾ മാറി.